ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഓണം സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് നമ്മളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. ഇത് നമുക്ക് കസ്റ്റമർ കൊടുന്നു തന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ദാവണി സെറ്റായിട്ടാണ് അവർ മേടിച്ചിട്ടുള്ളത്. അതിൽ ഷോള് നമ്മുടെ കയ്യിലില്ല, സ്കേർട്ടും ബ്ലൗസും ആണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ സ്കേർട്ട് ഒരു ഹാഫ് സ്റ്റിച്ചിങ് ആണ്, അതായത് സൈഡ് നമ്മൾ കൂട്ടി കൊടുക്കണം, പിന്നെ വള്ളി ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമുക്ക് സ്കേർട്ടുമ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം സ്കേർട്ടിൻ്റെ രണ്ട് സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം വള്ളി ഇട്ടിട്ട് നമ്മുടെ മെറ്റീരിയലിൻ്റെ തന്നെ ഒരു പീസ് എടുത്തിട്ട് വള്ളിയുടെ തുമ്പത്തും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കെട്ടാൻ കോണ് പോലെ ആക്കിയിട്ട് വള്ളിയുടെ തുമ്പത്ത് ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി വെക്കില്ല, അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കേർട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് സ്കേർട്ട്, ദാവണിയുടെ സെറ്റാണ്. ഇനി നമുക്ക് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. കയ്യമ്മ നല്ല വീതിയിൽ പട്ട് വരുന്ന രീതിയിലുള്ള ഒരു സെറ്റാണിത്. അതുകൊണ്ട് തന്നെ ആ പട്ട് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിലാണ് കൈ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു 12 ഇഞ്ച് വീതിയുണ്ട്. ഇനി ആദ്യം നമുക്ക് ലൈനിങ്ങമ്മ കൈ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. പ്രിൻസ് കട്ട് ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ബാക്കിലേക്കാണ് ഹുക്ക് വരുന്നത്. നമ്മൾ കൈ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രണ്ടിൽ വരുന്ന പട്ടുണ്ടല്ലോ, ആ പട്ടയാണ് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്കൊരു കുഞ്ഞു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ പട്ട മറിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തതെന്നുള്ളത് ഞാൻ കണ്ടത്. അപ്പോൾ വീണ്ടും അഴിച്ചിട്ട് വീണ്ടും റിപ്പയർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ നെക്ക് പോർഷന് നല്ല വശത്ത് വെച്ചിട്ട് ലൈനിങ് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. കാരണം ഹെമ്മിങ് ചെയ്യണില്ല, നമുക്ക് നെക്കിലൊക്കെ ലേസ് വെച്ച് കൊടുക്കാണ്ട്, അതുകൊണ്ട് തന്നെ ഹെമ്മിങ് ചെയ്യണില്ല കേട്ടോ. പകരം നമ്മൾ മറിച്ചടിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് അടിച്ചിട്ട് മറിച്ചതിന് ശേഷം ഈ മെയിൻ ക്ലോത്തുമ്മേക്ക് നമുക്കതിൻ്റെ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മൾ ലൈനിങ്ങുമായിട്ട് ഫ്രണ്ട് പോർഷനിലെ എല്ലാ പീസും അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. സ്റ്റിച്ചിങ്, ക്രാഫ്റ്റ്, ജ്വല്ലറി മേക്കിങ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓണം ആയിട്ടുള്ള ഒരു സീരീസ് പോലെയാണ്. ഓണത്തിന് ചെയ്യുന്ന സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വരുന്ന എല്ലാ പീസും ജസ്റ്റ് ഒന്ന് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളത് ജോയിൻറ്റ് ചെയ്തെടുക്കുക. പ്രിൻസ് കട്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിൽ കൂടെ ഒരു ചെസ്റ്റിൻ്റെ അതിൽ കൂടെ ഒരു കട്ട് വരുമല്ലോ, കണ്ടോ, ഇതുപോലെ ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ലൈനിങ് വെച്ച് അടിച്ചതിന് ശേഷം നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ആദ്യം മാറ്റി വെച്ച പട്ടുണ്ടല്ലോ, ആ പട്ടയും കൂടി നമ്മളൊന്ന് വെച്ച് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ വെക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പട്ട വെച്ച് അടിച്ചു കൊടുക്കുക. 2 ഡബിൾ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിഞ്ഞു പോയി എന്ന് അറിഞ്ഞതിന് ശേഷം അത് അഴിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി, പിന്നൊക്കെ ശരിയാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. കണ്ട, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ബാക്കിലേക്കാണ് ഹുക്ക് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ബാക്കിൽ 2 പോർഷനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആ 2 ഭാഗങ്ങളും ഒരേപോലെ, അതായത് ബാക്കിലേക്കുള്ള ഒറ്റ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഇതൊരു സിൽക്കി തുണിയാണല്ലോ, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടില്ല. ലൈനിങ് അറ്റാച്ച് ചെയ്തതിൻ്റെ ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാന്നുള്ളതിലാണ് കേട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുത്തത്. എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ്. ശരിക്കും സ്റ്റിച്ചിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, പക്ഷെ നമ്മൾ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാറ്. കയ്യിൽ ഒതുങ്ങാത്ത തുണികളാണെങ്കിൽ ആദ്യം ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നീട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിൻ്റെ ശേഷം എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അതാ ബാക്ക് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നെക്കിൽ ലേസും അതുപോലെ തന്നെ ബാക്കിൽ കെട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഹുക്കൊക്കെ വെക്കാനുള്ള പടിയും എല്ലാം വെച്ച് തയ്ച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ലേസ് നെക്കിൽ വെച്ച് കൊടുക്കാണ്ട്, കൈ വെച്ച് കൊടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ നെക്കിലൊക്കെ വെച്ച് കൊടുക്കാൻ പോണ ലേസ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. കണ്ടോ, സ്കേർട്ടിൻ്റെ താഴ്ഭാഗത്തും ഒരു 14 ഇഞ്ചോളം വീതിയിലാണ് പട്ട വന്നിട്ടുള്ളത്. കയ്യും 12 ഇഞ്ചോളം വീതി ഉണ്ട് കേട്ടോ. കണ്ടോ, പ്രിൻസ് കട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്കിൽ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ കെട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കെട്ടുന്ന ലേസ് വാങ്ങാൻ കിട്ടുമല്ലോ, ആ ലേസാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാ ബാക്കിൽ ഒരു കുഞ്ഞ് ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ്ങിൻ്റെ തുമ്പത്ത് നമ്മൾ ആ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു. ബൈ.